തിരുനെല്ലൂർ പള്ളി ആരംഭചരിത്രം. കിഴക്ക് വേമ്പനാട്ട് കായലിനും വടക്ക് തയ്യെഴുത്ത് തോടിനും പടിഞ്ഞാറ് കൈതപ്പുഴ കായലിനും തെക്ക് ചെങ്ങണ്ടായാറിനുമിടയിലേക്ക് ചേർത്തല അരീക്കുറ്റി റോഡിന് പടിഞ്ഞാറ് വശത്ത് NSS കോളേജിന് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് തിരുനെല്ലൂർ സെൻറ് ജോസഫ് ചർച്ച്. തിരുനെല്ലൂർ ഇടവക സ്ഥാപിതമായത് 1952 ജനുവരി 1-ാം തീയതിയാണ്. അതിനു മുമ്പ് ഈ പ്രദേശത്തെ നിവാസികൾ ആധ്യാത്മിക ആവശ്യങ്ങൾ നടത്തിയിരുന്നത് പള്ളിപ്പുറം ഫൊറോന പള്ളിയിലും ചേർത്തല ഫൊറോന പള്ളിയിലുമായിരുന്നു. ആരംഭകാലത്ത് ഈ പ്രദേശത്ത് വിവിധ ഭാഗങ്ങളിൽ ചെറിയ ഷെഡുകൾ കെട്ടി ഉണക്കമാസാചരണവും മറ്റും നടത്തിയിരുന്നു. ഇങ്ങനെ ഒന്നിച്ചുകൂടുന്ന അവസരങ്ങളിലും ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതി മൂലവും 2-3 മൈലുകൾ നടന്ന് പള്ളിപ്പുറത്തോ മുട്ടത്തോ പോയി ആധ്യാത്മിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ക്ലേശിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ പ്രദേശത്തെ നിവാസികൾ തങ്ങളുടെ പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടായിക്കാണുവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹ പൂർത്തീകരണത്തിനായി 2 ഇടവകളിലും ഉൾപ്പെട്ട ഇവിടുത്തെ വിശ്വാസികൾ അന്ന് എറണാകുളം അതിരൂപതയുടെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന അഭിമന്യമാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലീത്ത മുമ്പാകെ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈ പ്രദേശത്തുകൂടി കാൽനടയായി സഞ്ചരിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അഭിമന്യ മെത്രാപ്പോലീത്ത അപേക്ഷ പ്രകാരം പള്ളി പണിയുന്നതിന് അനുവാദം നൽകി. കഴിയുന്നതും വേഗം പണി നടത്തുവാൻ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് പള്ളിപ്പുറം ഫൊറോന പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ ആ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് 1951 അവസാനത്തോടുകൂടി ഒരു താൽക്കാലിക ഷെഡ് ഇപ്പോൾ പള്ളി നിൽക്കുന്ന ഇടത്ത് നിർമ്മിക്കുകയും 1952 ജനുവരി 1-ാം തീയതി ആദ്യമായി അതിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പതിവായി ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഷെഡ് പ്രകൃതിക്ഷോഭത്തിനിരയായി നിലംപതിച്ചതിനാൽ 1955 നവംബർ 25-ാം തീയതി പുതുക്കി പണിയുവാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുകയും 1956 ഏപ്രിൽ 22-ാം തീയതി പള്ളിപ്പുറം ഫൊറോന പള്ളി വികാരി ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഇടവക്കാരുടെ ആത്മാർത്ഥമായ സഹകരണത്തോടെ അദ്ദേഹം പള്ളിപണി സ്തുത്യർഹമായ വിധം പൂർത്തിയാക്കി. 1957 ജൂൺ 30-ന് അഭിമന്യ മെത്രാപ്പോലീത്ത ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. തുടർന്ന് പള്ളിപ്പുറത്ത് നിന്ന് വന്ന് ഞായറാഴ്ചകളിൽ കുർബാന ചൊല്ലിയിരുന്നു. 1958 ഏപ്രിൽ 15-ാം തീയതി പള്ളിപ്പുറം ഫൊറോന പള്ളി ഇടവാംഗമായ ഫാദർ ജേക്കബ് പുത്തൻവെളി ഈ ഇടവക വികാരിയായി നിയമിതനാവുകയും ഇവിടെ സ്ഥിരതാമസം തുടങ്ങുകയും ചെയ്തു. 1958 ജൂൺ 13-ാം തീയതി മുതൽ വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ സൂക്ഷിക്കുവാനും ആ വർഷം നവംബർ 9-ാം തീയതി മുതൽ ഞായറാഴ്ചകളിൽ 2 കുർബാന ചൊല്ലുവാനും തുടങ്ങി. പള്ളി ഇന്ന് കാണുന്ന രീതിയിൽ മോടി പിടിപ്പിച്ചതും വൈദിക മന്ദിരം പണിയിപ്പിച്ചതും പള്ളിക്ക് ആവശ്യമായവയെല്ലാം സമ്പാദിച്ചതും എല്ലാറ്റിലുമുപരി ഇടവകയെ മതചൈതന്യത്തിൽ വളർത്തിയെടുത്തതും പുത്തൻവിളിയച്ഛൻ്റെ അശ്രാന്ത പരിശ്രമവും ത്യാഗനിർഭരവുമായ സ്നേഹവും കൊണ്ടാണ്. ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തെ പ്രശംസനീയമായ സേവനത്തിന് ശേഷം 1968 അദ്ദേഹം സ്ഥലം മാറിപ്പോയപ്പോൾ തൽസ്ഥാനത്ത് കാഞ്ഞൂർ ഫൊറോന പള്ളിയുടെ അംഗമായ ഫാദർ സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ നിയമിതനായി. വിശുദ്ധ ഔസേപ്പിതാവാണ് ഇടവകയുടെ മധ്യസ്ഥൻ. വിശുദ്ധൻ്റെ മധ്യസ്ഥ തിരുനാളാണ് ഇടവകയിലെ പ്രധാന തിരുനാൾ. ഈ തിരുനാൾ ആചരിക്കുന്നത് ഉയർപ്പ് കഴിഞ്ഞു വരുന്ന 4-ാം ഞായറാഴ്ചയാണ്. 1977 മാർച്ച് 6, 7, 8 തീയതികളിൽ പള്ളിയുടെ രജത ജൂബിലി ആഘോഷിച്ചു. ഇടവക്കാരുടെ സംഭാവന കൊണ്ട് റോഡരികിൽ പണിയിപ്പിച്ച കപ്പേള 1986 ഏപ്രിൽ 6-ന് അഭിമന്യ കർദിനാൾമാർ ആൻ്റണി പടിയറ പിതാവ് ആശീർവദിച്ചു. 1990 മാർച്ച് 28-ന് പുതുക്കി പണിത ദേവാലയം വെഞ്ചരിച്ചു. കരിയിൽ ബ്രദേഴ്സിൻ്റെ സംഭാവനയായി പണിത സിമിത്തേരി കപ്പേള 1991 ഡിസംബർ 15-ന് കർദിനാൾമാർ ആൻ്റണി പടിയറ വെഞ്ചരിച്ചു. 6 മുറികളുള്ള സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി ആ കാലഘട്ടങ്ങളിൽ പുരോഗമിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു.